സദാ ബാലരൂപാപി വിഘ്നാദ്രിഹന്ത്രിം മഹാദന്തിവക്ത്രാപി പഞ്ചാസ്യമാന്യ ബിഹിന്ദ്രാതിമൃഗ്യാ ഗണേശാഭിധാമേ വിദഗ്ധാം ശ്രീം കാപി കല്യാണമൂർത്തിം. ഓം 51 അക്ഷരം ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കേ ശിരസി തലയുമായി ഉള്ളിലാറബ്ജമൂടും വൻപിൽ പൊങ്ങും സുഷുമ്നയ്ക്കകമതിലുളവാം പത്മമാറിങ്കലും ചേർന്ന് 51 തുവാഴും ദളമതിലമരും വിദ്യപദ്യം തരേണം. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാ അതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലം അചലം സർവദാ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സൽപുരത്വം നമാമി. ഓം ബ്രഹ്മാവും മിഹിരൻ വസിഷ്ഠൻ പുലശൻ ഗർഗൻ മയൻ ലോമശൻ ശ്രീപത്യാര്യഭടൻ വരാഹമിഹിരൻ ലല്ലൻ സമുജ്വാലകൻ ഗോവിന്ദൻ പരമേശ്വരൻ ഗുരുവരൻ രാമൻ തഥാ കൃഷ്ണനും ഓളജ്ഞാനികളായ മാധവമുഖന്മാരും തുണച്ചേടണം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ദൈവകൃപയും ആയുരാരോഗ്യവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ മക്കളുടെയും കമൻസുകളെല്ലാം ഭഗവാനിൽ അർപ്പിച്ചു. എല്ലാ മക്കളെയും കമൻസിൽ ഭാഗവതം വായിക്കുന്നത് കൂടാതെ എല്ലാ ഭക്തമക്കളും പരമാത്മാവിൻ്റെ ആണല്ലോ. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ബിജി ബിജു, പത്മകുമാരി, ഗീതാ നായർ, പ്രസന്ന, രുക്മിണി മോഹൻ, ജയശ്രീ, രാധാ ശിവാനന്ദൻ, ജഗദമ്മ, ജയാനിൽ, നിർമ്മല പവിത്രൻ, നിർമ്മല രമേഷ്, ശോഭന കൃഷ്ണൻ, രാജലക്ഷ്മി മേനോൻ, ഉഷ രവീന്ദ്രൻ, ജെസിക, എല്ലാ മക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവരും സന്തോഷം. എല്ലാവരുടെയും കമൻസ് ഭഗവാനെ അർപ്പിച്ചു. എല്ലാവർക്കും അതൊരു സന്തോഷമാണ് മക്കളെ. എന്തായാലും കമൻസ് ഉള്ളത് സന്തോഷം തന്നെയാണ്. ഇല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നൽ എനിക്കും ഉണ്ടാകും, പരമാത്മാവിനും ഉണ്ടാകും. ഭഗവാൻ എന്നെ ഉൾക്കണ്ണ് നമ്മളെ കാണാൻ അറിയാം. പക്ഷേ ഞാനങ്ങനെ അറിയാം. കമൻസൊക്കെ വന്നാൽ കുറച്ച് മക്കളെങ്കിലും ഇല്ലെങ്കിൽ എനിക്ക് തോന്നും എല്ലാവരും മടുത്ത് കാണും, പിന്നെ എന്തിനാ ഇനിയിപ്പോൾ മതിയാക്കാൻ എന്നൊക്കെ അങ്ങ് തോന്നും. എന്നാൽ ഇത് ചില മക്കൾക്കൊക്കെ ആർത്തിയൊക്കെ കുറഞ്ഞു പോയെന്നാണ് തോന്നുന്നേ. എല്ലാവർക്കും നമസ്കാരം മക്കളെ. നമുക്ക് വെക്കുന്നതൊക്കെ എനിക്ക് തൊണ്ടനമ്പലമൊക്കെയാണ്. ഈ അന്തരീക്ഷം കഫം കെട്ടിക്കിടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. ഒന്ന് നാക്കുക 2 വരി ചെല്ലുമ്പോൾ വീണ്ടും അവിടെ വന്ന് നിറയും. പിന്നെ നാക്കുക എങ്ങോട്ടും അത് പോകത്തില്ല, അവിടെ തന്നെ ഇരിക്കത്തുള്ളൂ. അത് തുപ്പിക്കളയാനോ ഒന്നും പറ്റത്തില്ല. അവിടെ നിന്ന് എങ്ങോട്ടും പോയെങ്കിലല്ലേ തുപ്പാൻ പറ്റൂ. നമുക്ക് നാമം ചൊല്ലിയിട്ട് ഭാഗവതം വായിക്കാം മക്കളെ. നമുക്ക് ഭാഗവത കീർത്തന ആദ്യത്തെ 1-ാം പാദം ചൊല്ലാം. അത് നമ്മുടെ മനസ്സിൽ എന്താ തോന്നേണ്ടേ? ആദ്യത്തെ ഖണ്ഡികയിൽ പറയുന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ എന്ന് വെച്ചാൽ നാശരഹിതമായ ചൈതന്യത്തെ, നാശമില്ലാത്തതാണ് ചൈതന്യം. നാശമുള്ളതായ എന്താണ്? ജഡം. നമ്മുടെ ശരീരം ഇവിടെ എന്തെല്ലാം ഭൂമിയിൽ പ്രപഞ്ചത്തിലുണ്ട് അതെല്ലാം, ഒരു വൃക്ഷമായാലും നമ്മുടെ ശരീരം, മൃഗങ്ങളായാലും മനുഷ്യനായാലും എല്ലാം ശരീരമുള്ളതാണ്. ഇതെല്ലാം നാശമുള്ളതാണ്, ജഡം. അപ്പോൾ ഇതിനെ സംബന്ധിച്ച തിരിച്ചറിവാണ് വിവേകം. അപ്പം നമുക്ക് നാശം ഇല്ലാത്തത് എന്താണ്? ചൈതന്യം, പരമാത്മാവ്, ഈശ്വരൻ. അതിന് മാത്രമേ സത്യത്തെയായിട്ട് ഇവിടെ നിലനിൽക്കുന്നുള്ളൂ. മറ്റൊക്കെ ജഡങ്ങളാണ്, എല്ലാം നശിക്കുന്നതാണ്. അതിൻ്റെ തിരിച്ചറിവാണ് നമുക്ക് വിവേകം എന്ന് പറയുന്നത്. ആ തിരിച്ചറിവ് ഇല്ലാതെ അല്പസമയം പോലും പാഴാക്കി കളയരുത്. ഇതാണ് നമ്മൾ ഈ നാമം ചൊല്ലുമ്പം ചിന്തിക്കേണ്ടത്. നമുക്ക് വെറുതെ ആവശ്യമില്ലാത്ത വെറുതെ പാഴിക്കളയും. നമുക്ക് ഈശ്വരനെ, ഇതൊരു ഭക്തന്മാർക്ക്, ഭാഗവതം വായിക്കുന്ന മക്കൾക്ക് വേണ്ടി പറയുന്നത്. നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വഴി പോലെ ചെയ്തില്ലെങ്കിൽ നമുക്ക് വെറുമേലല്ലയോ, വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോകും. എന്തായാലും ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ കുറേയൊക്കെ ഇത് അനുസരിക്കണം, തിരിച്ചറിവുണ്ടാകണം. അപ്പം നമുക്കുള്ള സമയം വെറുതെ നമ്മുടെ കർമ്മങ്ങളെല്ലാം ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്യുകയും വേണം. മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ സമയം കളഞ്ഞുകൂടാ. അപ്പോഴും നമ്മൾ അങ്ങനെ കളഞ്ഞാൽ
മരണം വരുന്നുണ്ടെന്ന ചിന്തയോടെ നമ്മൾ എപ്പോഴും സമയം വിനിയോഗിക്കുക തന്നെ വേണം. നമുക്ക് ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് മരണത്തിന് അടുത്തടുത്താണ് വരുന്നത്, അല്ല കൂടി വരത്തില്ല. ഓരോ ദിവസം കഴിഞ്ഞ് ഒരാണ്ടാകുമ്പോൾ പിന്നെ നമ്മളിപ്പം 50 വയസ്സോടെ ജീവിച്ചു കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോൾ പിന്നെ 49 ഉള്ളൂ. ഇങ്ങനെ സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അതുകൊണ്ട് ഭഗവാനെ, അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കണം, അവിടുന്ന് ജയിച്ചാലും അതാണ് ആദ്യത്തെ ഖണ്ഡികയുടെ. തൊണ്ടകൊണ്ട് ശകലവും പറ്റുന്നില്ല. എന്നാൽ അവിടെ പലതരം ഉപായങ്ങളെല്ലാം തേടുന്നു. മരണം ഉറപ്പാണെന്നും അത് വരുന്നുണ്ടെന്നും ആരും ഓർക്കുന്നില്ല. ഇങ്ങനെ നമ്മൾ പറയുന്നെങ്കിലും അവരവർക്ക് മരണം വരുന്ന ഒരു ചിന്ത വരത്തില്ല. കാര്യസാധ്യതന് വേണ്ടി നമ്മൾ പലതരം ഉപായങ്ങൾ തേടുന്നു. എന്ത് ഉപായം തേടാൻ നമുക്ക് ഇന്ന കാര്യം സാധിക്കാൻ പറ്റുന്നത്? ഇങ്ങനെ ലോകത്ത് ഇറങ്ങി ഇങ്ങനെ സഞ്ചരിച്ച് ഇതാന്നൊക്കെ എങ്ങനെ നേടാം മറ്റ് കാര്യങ്ങൾ എന്ന് ചിന്തിക്കും. മരണം ഉറപ്പാണെന്നും അത് വരുന്നുണ്ടെന്നും ആരും ഓർക്കുന്നില്ല. ഓർക്കുന്നവർ തന്നെ എന്താ ചിന്തിക്കുന്നത്? ഇപ്പോഴെങ്ങും കാണത്തില്ല, അടുത്തൊന്നും നമുക്ക് മരണം വരത്തില്ല. പക്ഷെ ഏത് സമയവും നമുക്ക് മരണം നമ്മൾ കണ്ടറിയുന്നുണ്ടല്ലോ. പല കാര്യങ്ങളും ഇപ്പോൾ തന്നെ വിമാനാപകടം, എത്ര പേരാ ആ കുട്ടികൾ, അവരാരും അറിഞ്ഞതാണോ? അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമുക്ക് എപ്പോഴും അപകടത്തിലായാലും എങ്ങനായാലും മരണം അടുത്തടുത്ത് ഉണ്ടെന്ന് ചിന്ത വേണം. ചിന്തിക്കുന്നേ ആ ഒരു ഭയപ്പാട് നമ്മളെ ഉള്ളിൽ നിന്ന് മാറുകയും വേണം. അങ്ങനെ അത് ലോക നിയമമാണല്ലോ. അതുകൊണ്ട് എപ്പോഴും മരണം ഉണ്ട് എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യണം? ഈശ്വരനെ ചിന്തിച്ചിരിക്കണം. നമുക്ക് എപ്പോഴും നാളെ നീളെ നടക്കും. നമുക്ക് നാളെ നമുക്ക് പ്രാർത്ഥിക്കാം, ഇപ്പോഴേ ഇതൊന്നും വേണ്ട എന്ന് ചിന്തിക്കരുത്. അപ്പോൾ ഈശ്വരനോട് നമ്മൾ അടുത്തടുത്ത് വരണമെങ്കിൽ നമ്മളെപ്പോഴും എന്തുകൊണ്ട് നമുക്ക് ഇന്നോ നാളെയോ എപ്പോഴോ 100 വയസ്സിനകത്ത് എപ്പോഴോ അല്ലെങ്കിൽ 120 വയസ്സിനകത്ത് എപ്പോഴോ നമുക്ക് മരണമുണ്ട്. അപ്പോൾ അവസാനം ഇപ്പോഴെങ്ങും മരണമില്ല, ഒടുക്കം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം കിട്ടത്തില്ല മക്കളെ. അതുകൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ചിന്ത എപ്പോഴും ഭഗവാനി എന്നുള്ള ചിന്ത വേണം. എപ്പോഴും നമുക്ക് നാളത്തെ കാര്യം നമ്മുടേതല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഈ കണ്ട സമയമേ നമുക്കുള്ളൂ. അടുത്ത സമയം നമ്മൾ എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് ഉള്ള സമയം പാഴിക്കളയാതെ പരമാത്മാവിനെ എപ്പോഴും അറിഞ്ഞിരിക്കണം. നമ്മുടെ എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധം, നമുക്ക് മറ്റുള്ളവർക്കൊക്കെ മരണം വന്നാൽ നമുക്കതൊന്നും വരത്തില്ല. എനിക്കിങ്ങനെ ഉണ്ടായിരുന്നു, എൻ്റെ അമ്മ മരിക്കൂലെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ മരിച്ചപ്പോഴാണ് അറിയുന്നത്. അതുവരെ നമുക്കൊരു ചിന്ത വരത്തില്ല. ആ കാലത്ത് അങ്ങനെ അറിഞ്ഞൂടല്ലോ, പ്രായമൊക്കെ അങ്ങനെയല്ലേ. അപ്പോൾ അമ്മ അയ്യോ അമ്മ മരിക്കുമെന്നാണ് നമ്മുടെ മനസ്സിലിരിക്കുന്നത്. അതുപോലെ നാം ഓരോരുത്തരും മരണമില്ലെന്നാണ് ഒരു പരുവം വരെ. എൻ്റെയൊക്കെ ഈ പ്രായം വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്ന നമുക്കും മരണമുണ്ട് എന്ന് ചിന്തിക്കും. ഞാൻ ഇത് കുറച്ച് നാളിന് മുമ്പേ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എനിക്കെന്നും എനിക്ക് ഒത്തിരി 10-40 വയസ്സ് തൊട്ടേ എനിക്ക് ജോലിയുടെ കൂടെ അസുഖമൊക്കെ കൂടെ വരുന്നതുകൊണ്ട് ഇപ്പം 45-50 വയസ്സിനെ പോകുമായിരിക്കും, പിന്നെ അങ്ങോട്ടില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞ് 50 കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഒരു 60 വയസ്സിനെ കാണുമായിരിക്കും. അത് കഴിയുമ്പം ജാതകത്തിൽ 67 ഉണ്ടല്ലോ, എന്നാൽ ഇനി അവിടം വരെ പോകുമായിരിക്കും. ഇങ്ങനെ 71.5 വയസ്സ് കഴിഞ്ഞ്. അതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കാനേ പറ്റൂ. പക്ഷെ അപ്പോഴെന്താ ഇതിൽ പറഞ്ഞേക്കുന്നേ? നമ്മൾ എപ്പോഴും അത് ചിന്ത വേണം, ഭഗവാനോട് അഭയം വേണം, പരമാത്മാവിൽ അടുത്തടുത്ത് വരണം. ഈശ്വരനെ നമ്മൾ അറിഞ്ഞറിഞ്ഞ് നമ്മുടെ ഉള്ളത്തിൽ വരുമ്പോൾ നമ്മൾ തന്നെയാണ് നമുക്ക് അറിഞ്ഞ് വരണ്ടേ. അതിനെ വേണം ഇത് പറയാം. നമുക്ക് ഇന്ന് ഇത്രേ പറയാൻ പറ്റും, സമയം പോകുന്നു. ആ നാമം ചൊല്ലാം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ. നാരായണ തവ പാദ സരോജം അകമേ വിലസുക. നാരായണ ജയ. കരളിൽ വിവേകം കൂടാതെ കണ്ടര നിമിഷം ബത കളയരുതാരും. മരണം വരുമിനി എന്നുമിനഞ്ചിഹ മരുവുക സതതം. നാരായണ ജയ. തൊണ്ടോമുണ്ട് ചെല്ലാം മേകളെ. കാണുന്നു ചിലർ പലതും ഉപായം, കാണുന്നില്ല മരിക്കുമിതെന്നും. കാൺകിലും ഒരു 100 എന്നേ കാണൂ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ. നാരായണ തവ പാദ സരോജം അകമേ വിലസുക. നാരായണ ജയ. കിമപി വിചാരിച്ചിടുകിൽ മാനുഷ
ജന്മനി വേണം മുക്തി വരേണ്ടുകിൽ കൃമിജന്മത്തിലും എളുതായി വരുമീ വിഷയസുഖം ബത നാരായണ ജയ. കീഴിൽ ചെയ്ത ശുഭാശുഭകർമ്മം മേലിൽ സുഖദുഃഖത്തിനു കാരണം. സുഖമൊരു ദുഃഖം കൂടാതെ കണ്ടൊരുവനുമുണ്ടോ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ. നാരായണ തവ പാദ സരോജം അകമേ വിലസുക. നാരായണ ജയ. കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രനു സമമായി വാണിടുകിലും ഒന്നുരിയാടുവതിന്നിട കിട്ട വന്നാൽ യമഭടർ. നാരായണ ജയ. കൂപേ വീണുഴലുന്നതുപോലെ ഗേഹേ വാണുഴലുന്നു ജനാന. ആവൽ ഗണം അകലേണ്ടുകിൽ മുനിജന വാക്കുകൾ പറയാം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ. നാരായണ തവ പാദ സരോജം അകമേ വിലസുക. നാരായണ ജയ. കെട്ടുകളായതു കർമ്മം പുരുഷനു കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം. കെട്ടുകളോ ഫലഭുക്ത്യാ തീരും കെട്ടായിനിയും. നാരായണ ജയ. കേൾക്കണം എളുതായുണ്ടു രഹസ്യം. ദുഷ്കൃതവും നിജ സുഹൃതവുമെല്ലാം കാൽക്കൽ നമസ്കൃതി ചെയ്തു മുകുന്ദനിലാക്കുക സതതം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ. നാരായണ തവ പാദ സരോജം അകമേ വിലസുക. നാരായണ ജയ. കയ്യിൽ വരുന്നതുകൊണ്ടു ദിനങ്ങൾ കഴിക്ക ഫലം പുനരച്ചിക്കൊല്ല. കൈവരുമാകിലും ഇന്ദ്രന്റെ പദമെന്തിനു തുച്ഛം. നാരായണ ജയ. കൊടിയ തപസ്സുകൾ ചെയ്തോരോ ഫലം ഇച്ഛിച്ചിടുകിൽ മുക്തി വരാദൃഢം. അടിമലർ തൊഴുകിലൊരിച്ചാഹീനം മുക്തന്മാരവർ. നാരായണ ജയ. കോപം കൊണ്ടു ശപിക്കരുതാരും ഭഗവന്മയമെന്നോർക്ക സമസ്തം. സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ. നാരായണ തവ പാദ സരോജം അകമേ വിലസുക. നാരായണ ജയ. കൗതുകമൊന്നിലുമില്ലിനി മഹതാം ഭഗവൽ ഭക്തന്മാരോടു കൂടി ഭഗവൽ ഗുണകഥന ശ്രവണങ്ങൾ ഒഴിഞ്ഞൊരു നേരം. നാരായണ ജയ. കരുണാകരനാം ശ്രീനാരായണനരുളിയിടും നിജ സായുജ്യത്തെ ഒരു ഫലമുണ്ടോ 10,000 ഒരു ചത്തു പിറന്നാൽ. നാരായണ ജയ. ബഹുജന്മാർജിത കർമ്മമശേഷം തിരുമുൽ കാഴ്ച നിനക്കിഹ വച്ചേൻ. ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട പരിപാലയമാം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ. നാരായണ തവ പാദ സരോജം അകമേ വിലസുക. നാരായണ ജയ. വളരെയധികം ജന്മങ്ങൾ കൊണ്ട് നേടിയ കർമ്മങ്ങൾ, അനേക ജന്മങ്ങൾ കൊണ്ട് നേടിയ കർമ്മങ്ങൾ അവയുടെ ഫലങ്ങളോടുകൂടി പൂർണ്ണമായി ഇതാ തിരുമുൽ കാഴ്ചയായി വയ്ക്കുന്നു. നമ്മൾ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞു, അന്നെല്ലാം ചെയ്തതെല്ലാം ഇങ്ങനെ കൂട്ടി കൂട്ടി കൂനിയായി കിടക്കും. കാരണം
അതിൽ നിന്ന് നമ്മൾ വീണ്ടും വീണ്ടും ജനിക്കുമ്പം ഒരു ദിവസം എത്രമാത്രം കർമ്മങ്ങളാണ് ചെയ്യുന്നത്, ഓരോ രീതിയിൽ പല പല, അതെല്ലാം കൂടെ വരുമ്പം ഈ കർമ്മഫലങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാൻകൾ ആ കാഴ്ച, തിരുമുൽ കാഴ്ചയെ അവൻ്റെ പാദത്തിലെല്ലാം അങ്ങ് അർപ്പിച്ചിട്ട് നമ്മൾ ഭജിക്കുക. അല്ലാതെ നിവൃത്തിയില്ല, കർമ്മഫലം എങ്ങനെ തീരുമല്ലാതെ. പിന്നെ അറിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം? ഇനിയെങ്കിലും ഫലം ആഗ്രഹിക്കാതെ ചെയ്യാൻ നോക്കണം. എല്ലാ കർമ്മവും, ഏത് കർമ്മവും ചെയ്യാം, നേരെ വരുന്നതെല്ലാം നമുക്ക് അനുഭവിക്കുകയും ചെയ്യാം. ചോദിച്ചും ആഗ്രഹിച്ചും എപ്പോഴും കിടന്ന് അത് വേണം ഇതുള്ള ആഗ്രഹം വേണ്ട. അതുപോലൊരു കർമ്മം ചെയ്യുമ്പോൾ അത് ഇന്നത് കിട്ടുമെന്നുള്ള ചിന്തയും വേണ്ട. അതാണ് അങ്ങനെ നമുക്ക് കർമ്മഫലം കൂടിക്കൂടി വരുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഉള്ള സമയം ആഗ്രഹിക്കാതെ ഒരു ഫലവും വേണ്ടാതെ എന്ത് കർമ്മവും നമുക്ക് ചെയ്യാം. നേരെ നമുക്ക് കിട്ടുന്നത് ഈശ്വരൻ നേരെ കൊണ്ട് തരുന്നതല്ലേ. നമ്മൾ ആഗ്രഹിക്കാതെ കിട്ടുന്ന എന്തും ഈശ്വരൻ നമുക്കെല്ലാം തന്നുകൊണ്ടിരിക്കും. അത് നമ്മുടെ ആഗ്രഹം കൊണ്ടല്ല, നമ്മൾക്ക് വേണ്ടുന്ന ദൈവം തന്നുകൊണ്ടിരിക്കും. നമ്മൾ ആഗ്രഹിച്ചിട്ടല്ലല്ലോ. ഈ ഒരു സ്വന്തം അച്ഛനും അമ്മയും സ്വന്തം മക്കൾ ചോദിച്ചിട്ടാണോ അമ്മയും അച്ഛനും കൊടുക്കുന്നത്? അമ്മ അത് വേണം അച്ഛ ഇതുകൊണ്ടെന്ന് പറയാതെ തന്നെ അമ്മയും അച്ഛനും ഉള്ളണക്ക് നമുക്കെല്ലാം തരത്തില്ലേ? എത്രത്തോളം ഉണ്ട് അത്രത്തോളം തരും. കുറവാണെങ്കിൽ കുറച്ച് തരും, എന്നാലും തരാതിരിക്കത്തില്ല. അതുപോലെ തന്നെ ചിന്തിച്ചാൽ മതി. ദൈവം നമുക്കെല്ലാം തന്നുകൊണ്ടിരിക്കും, നമ്മുടെ പിതാവാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നും ചോദിക്കേണ്ടതായിട്ടില്ല. കാരണം ഈ കർമ്മഫലങ്ങളിങ്ങനെ കൂടിക്കൂടി കണ്ട വീണ്ടും 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 ഇങ്ങനെ ജനനത്തിനും മരണത്തിനും ഒരു കണക്കില്ലാതെ പോകും. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ബാക്കി വായിക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മല്ലയുദ്ധമാണ് വായിച്ചത്. അത് ഭഗവാനും അത് ജനാർദ്ദനൻ എന്ന് പറഞ്ഞാലും കേശവനെല്ലാം കൃഷ്ണൻ്റെ നാമങ്ങളാണ്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? രാമനും ഭഗവാനുടെ 5 മല്ലന്മാരെയും വധിച്ചു. ബാക്കിയുള്ളവരൊക്കെ എന്ത് പേടിച്ച് അവരെല്ലാം ഓടി. അപ്പം ചാണൂരനും മുഷ്ടികനും ബാക്കി 3 പേരും കൂടെ അത് കഴിഞ്ഞിട്ട് അവരും കൂടെ വന്ന് ഭഗവാനെയൊക്കെ വധിക്കാൻ മല്ലന്മാർ. ഭഗവാൻ എന്ത് ചെയ്തു? രാമനും കൂടെ ചേർന്ന് ഇവരെ 3 കൂടെ ആയപ്പോൾ 2 കൂടെ ആയപ്പോൾ 5 പേരെയും വധിച്ചു. എന്നിട്ട് സന്തോഷമായിട്ട് രാമനും കൃഷ്ണനും പിന്നെ തൻ്റെ വയസ്സരും കൂട്ടുകാരുമായി അവിടെയൊക്കെ നടന്ന് സന്തോഷമായിട്ടൊക്കെ നീളെ നടന്ന നേരത്ത് കംസനല്ലാത്തവരേവരും തങ്ങളെ പറയുന്നു. കംസൻ ഒഴിച്ച് ബാക്കി എല്ലാവരും പറഞ്ഞു, നന്നായി ഇത്രയും ആവശ്യമാണ് ഈ മല്ലന്മാർക്ക് അത്ര അഹങ്കാരം. കാരണം പൊടി കുട്ടികളോട് മല്ലയുദ്ധം വന്നപ്പോഴേ ജനങ്ങൾക്ക് ഭക്തന്മാർക്ക് കണ്ടുകൂടാ. എന്തൊരു അന്യായമായി കാണിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളോടാണോ ഈ വലിയ മല്ലന്മാർ യുദ്ധം ചെയ്യുന്നത്? അപ്പോഴേ കണ്ടുകൂടാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയും കൂടെ എല്ലാത്തിനെയും വധിച്ചപ്പം കംസന് മാത്രമേ ഉള്ളു ഭയവും സങ്കടവും ഒക്കെ. എല്ലാവരും മരിച്ചല്ലോ എന്ന്, ഇനിയിപ്പോൾ അദ്ദേഹത്തിനാണല്ലോ എന്നുള്ള ഉൾഭയമുണ്ട്. അതുകൊണ്ട് ഇത്രയും സംഭവം ആകുമ്പോൾ ഇനി കംസന് തീർത്തും വധം കിട്ടുമെന്ന് ഉള്ളിൽ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും സന്തോഷമായി, എല്ലാവർക്കും സുന്ദരമായി. അതുകൊണ്ട് എല്ലാവരും സംസാരം എന്താണ്? നന്നെന്ന് ഘോഷിച്ചവർ രാമനെയും കൃഷ്ണനെയും മാനിച്ചും പൂജിച്ചും ഒക്കെ ചെയ്തു. നമ്മളവിടെ വരെ വായിച്ചു തീർത്തു. നമുക്കിനി കണ്ട് വായിക്കാം കംസവധം. എനിക്ക് തോന്നിയെന്ന് സംസാരിക്കാൻ മക്കളെ, ഒത്തിരി അങ്ങ് വായിച്ചു പോകട്ടെ. കണ്ട് വായിക്കാം, കണ്ണിന് വലിയ കുഴപ്പമൊന്നുമില്ല. മെനയാന്നുണ്ടായിരുന്നു, ഞാൻ വെച്ചിട്ട് നോക്കി വായിക്കാൻ പറ്റത്തില്ലായിരിക്കുമെന്ന്. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനെ നമ. നമുക്ക് കംസവധം വായിക്കാം. താമസൻ എന്ന് പറഞ്ഞാൽ എന്താ? കംസന് തമോ ഗുണം, താമസനാ അഥവാ ദുഷ്ടനാ, അതിനാണ് താമസൻ കംസനും. വാദ്യം മുടക്കിച്ചതെന്ന് വെച്ചാൽ അയാൾ ഈ മല്ലന്മാരുടെ യുദ്ധം തുടങ്ങിയപ്പം പിന്നെ ഈ വാദ്യവും മേളവും ഘോഷമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ അങ്ങ് മുടക്കി വെച്ച്. എന്താ കാരണം? ഇവർ 5 പേരും മരിച്ചപ്പോൾ അയാൾ ഭയന്നിട്ട് വാദ്യമൊക്കെ അങ്ങ് മാറ്റി. അത് ഭയങ്കര മേളമായിരുന്നു, യുദ്ധത്തിൻ്റെ മേളം കൊഴിപ്പിക്കാൻ വേണ്ടി സർവ്വമേളങ്ങളും കൂടിയായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പം ഭയമായി. അതുകൊണ്ട് താമസൻ കംസനും വാദ്യം മുടക്കിച്ചു, താമസഭാവേന ചൊല്ലി ഞാനിത്തരം. താമസഭാവം എന്താണ്? അയാളുടെ ഭാവം വെറും ദുഷ്ട സ്വഭാവം. അത്ര ക്രൂരമായ രീതിയിൽ എന്താ സംസാരിക്കുന്നത്, പറയുന്നത്? നിന്ദിതനായ വസുദേവർ തന്നെ നന്ദനന്മാരെ മമാപുരേ നിന്ന് ഇപ്പോൾ ആട്ടിക്കളയണം വൈകരുതേതുമേ. ഇത്രയും മനസ്സിലാവില്ല, പറയണോ അർത്ഥം? പെട്ടെന്ന് തന്നെ ഈ കുട്ടികൾ നിന്ദിതന്മാരാണ്. ഈ വസുദേവർ അവരുടെ മക്കളായ ഈ കുട്ടികളെ മമപുരേ,
മമ എന്ന് വെച്ചാൽ എൻ്റെ, ആരാ? കംസൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോഴേ തന്നെ ആട്ടിക്കളയണം. ഇവിടെ ഒരു ധനുർയാഗത്തിന് സന്തോഷമായിട്ട് ആഘോഷം കാണാൻ കുട്ടികളെ വരുത്തിയതാ എൻ്റെ ഭാഗിനിയന്മാർ, അതായത് പെങ്ങളുടെ കുട്ടികളാണെന്ന് നാരദ മഹാമുനി പറഞ്ഞപ്പോഴല്ലേ അറിയുന്നത്. കുട്ടികൾ അവിടെ വളരുന്നുണ്ട്, നന്ദഗോപരുടെ ഭവനത്തിലുണ്ട്, വൃന്ദാവനത്തിൽ രഹസ്യമായി അവിടെ വളരുവാണെന്നൊക്കെ പറഞ്ഞപ്പോഴല്ലേ ഇയാൾ അറിയുന്നത്. അപ്പോൾ കൊല്ലിക്കാൻ വേണ്ടി യാഗം നടത്തുന്നു, ധനുർയാഗം. അവരെ ഉത്സവമാണെന്ന് പറഞ്ഞിട്ട് അവരെ പശുവിൻ്റെ ഗോരസമൊക്കെ കൊണ്ടുവന്ന് കുട്ടികളായിട്ടൂടെ വന്ന് ആഘോഷിക്കണം, എനിക്ക് കുട്ടികളെ കാണാനും കൊതിയുണ്ട്, ഇതൊക്കെ പറഞ്ഞും കൊണ്ടാണ് വിളിച്ചു വരുത്തത്. ഇപ്പം വന്നപ്പോൾ എന്ത്, ആനയും കൊന്ന് മല്ലന്മാരെയും കൊന്ന്. അപ്പോൾ പിന്നെ ഇയാളിന് ഭയക്കത്തില്ലേ? അതുകൊണ്ട് തമോ ഗുണം, അതാ താമസ ഭാവേന ചൊല്ലിനാണ്. ഇത്ര നന്നായിട്ടൊന്നും അല്ല പറയുന്നത്, അത്ര ദുഷിച്ച രീതിയിലാണ് സംസാരിക്കുന്നത്. എന്താ? നിന്ദിതനായ വസുദേവർ തന്നെ നന്ദനന്മാരെ മമ പുരേ നിന്ന് ഇപ്പോൾ ആട്ടിക്കളയണം, വൈകരുതേതുമേ, താമസിക്കാതെ തന്നെ കുട്ടികളെ അവിടുന്ന് ആട്ടി ഓടിക്കണം. ഗോഷ്ട നിവാസികൾക്കുള്ളത് എപ്പേരുമേ, അതായത് ഗോകുലത്തിൽ അത് നിവാസികളാണ്, അതിനാണ് ഗോഷ്ട നിവാസികൾ എന്ന് പറയുന്നത്. അവർ വൃന്ദാവനത്തിൽ ഗോക്കളെയൊക്കെ മേയ്ക്കുന്നുണ്ട്, ഗോഷ്ട നിവാസികൾ, ഗോകുലവാസികൾ. അതിനോട് അവരെ എപ്പം ഗോഷ്ട നിവാസികൾക്കുള്ളത് പേരുമേ പാട്ടിലടക്കുക, അവരെല്ലാം അടക്കി അവരെല്ലാം തൻപാട്ടിലാക്കണം, ഓടിച്ച് അവിടുന്ന് കടത്തിക്കളയണം. നന്ദ ദുർബുദ്ധിയെ കെട്ടി മുറുക്കുവിൻ. നന്ദ അതായത് ഈ കുട്ടികളെ, ബലരാമനെയും കൃഷ്ണനെയും ദുർബുദ്ധിയാണെന്നും അവരെ കെട്ടിമുറുക്കുവിൻ. ദുഷ്ടൻ വസുദേവൻ വീട്ടിൽ നിന്ന് ആശ് യമപുരേ പോകണം. ഈ വസുദേവരും ദേവകിയും കംസൻ്റെ മന്ദിരത്തിലാണല്ലോ, പിന്നെ കാരാഗൃഹത്തിലാണല്ലോ. ഇവർ കൃഷ്ണനൊന്നും കാണുന്നില്ലല്ലോ, കാരാഗൃഹത്തിലല്ലേ. കംസനെയൊക്കെ വധിച്ചതിന് ശേഷം അച്ഛനും അമ്മയും തടവിൽ നിന്നും അഴിച്ചു വിടും. അതുവരെ ഈ പുത്രൻ ചെന്ന് കണ്ടിട്ടില്ല. കംസനെ കൂടെ ഒന്ന് വധിച്ചാൽ ഭഗവാൻ അപ്പോഴേ ചെല്ലും അവരെ രക്ഷിക്കാൻ. അതുവരെ രഹസ്യമായിട്ടൊക്കെ ഇവനെ വധിക്കാൻ വേണ്ടിയല്ലേ കണ്ണൻ വന്നേക്കുന്നത്. അവിടെ ഇവൻ പറയുന്നു, ഈ തമോ ഗുണക്കാരൻ കംസൻ പറയുന്നു, ദുഷ്ടൻ വസുദേവൻ വീട്ടിൽ നിന്ന് ആശ യമപുരയെ പോകണം, ഇവിടെ കാലപുരിക്ക് പോകണം. അപ്പോൾ എന്ത് വേണം? വസുദേവരെയൊക്കെ കൊല്ലണം. മൽപിതാവ് ഉഗ്രസേനൻ പരിപന്ധികൾ കുൾപ്പൂവിൽ ബന്ധുവാകുന്ന ദുർബുദ്ധിയെ കെട്ടി വൈകാതെ കാളന്തിതൻ മധ്യത്തിൽ ഇട്ടുകൊണ്ടാലില്ല ദോഷം അതിനേതും. അതായത് ഉഗ്രസേനനായിരിക്കുന്ന പിതാവിനെയും പരിപന്ധികൾ ശത്രുക്കളാണ്, ഉൾപ്പൂവിൽ ബന്ധുവാകുന്ന ദുർബുദ്ധിയെ, അതായത് ഈ കംസൻ്റെ പിന്നെ ശത്രുക്കളാണ് ഇപ്പം ദേവകിയും വസുദേവരും ഉഗ്രസേന. അതുകൊണ്ട് ശത്രുക്കളായി നിൽക്കുമ്പം അവരുടെ പക്ഷത്തിലല്ലയോ ഇയാൾ വേറെ തിരിഞ്ഞു നിൽക്കുന്നത്. ഈ ഉഗ്രസേനൻ കംസൻ്റെ പക്ഷത്ത് നിന്നിരുന്നെങ്കിൽ പറയത്തില്ലായിരുന്നു. ഇവിടെ ദേവകിയുടെ അച്ഛനാ, സാക്ഷാൽ അച്ഛനാ. അതേസമയം കംസൻ്റെ യഥാർത്ഥ അച്ഛനല്ല താനും. അത് കംസൻ അറിയാം, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചല്ലോ, ഗന്ധർവൻ്റെ മകനാണ് ഈ കംസനെന്ന്. അതുകൊണ്ട് പിതാവ് ഉഗ്രസേനെയും പരിപന്ധികൾ കുൾപ്പൂവിൽ ബന്ധുവാകുന്ന ഈ ശത്രുക്കളായിരിക്കുന്ന ആരാ? ദേവകിയും വസുദേവരും. അവരുടെ ഉൾപ്പൂവിലാണ് ഈ പിതാവ് ഉഗ്രസൻ ചേർന്ന് ലയിച്ച് നിൽക്കുക, അവർ ഒന്നായി നിൽക്കുന്നു. എൻ്റെ ശത്രുക്കളോട് കൂടി ചേർന്ന് നിൽക്കുന്ന പിതാവിനെ കൂടെ ഉൾപ്പൂവിൽ ബന്ധുവായി നിൽക്കുവാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ദുർബുദ്ധിയെ കെട്ടി വൈകാതെ കാളന്തിതൻ മധ്യത്തിൽ ഇട്ടുകൊണ്ടാലില്ല ദോഷം അതിനെ. അതായത് പിതാവ് ആർക്കൊത്ത് നിൽക്കുന്നു? വസുദേവർക്കും ദേവകിക്കും മകളോട് ചേർന്ന് നിൽക്കുന്നു. അത് കംസനോട് പക്ഷം പിടിച്ച് നിന്നിരുന്നെങ്കിൽ ഉഗ്രസേനനെ അങ്ങനെ പറയില്ലായിരുന്നു. അതുകൊണ്ട് അവൻ ഈ തന്തയെ, പിതാവിനെ എത്രയും പെട്ടെന്ന് കാളന്തി നദിയുടെ മധ്യത്ത് കൊണ്ടിട്ട് കൊല്ലണം. അച്ഛനെന്നാലും പരബന്ധുവാകിലോ നിശ്ചയം കൊല്ലാം ഇതെന്നറിഞ്ഞിടുവിൻ. അച്ഛനായാലും മറ്റന്യ പരബന്ധുചത, കംസൻ്റെ ശത്രുവാണല്ലോ പരബന്ധു. ദേവകിയൊക്കെ പെങ്ങളാണെങ്കിലും ഇപ്പോൾ ശത്രുക്കളായിട്ട് നിൽക്കല്ലേ. കാരണം രഹസ്യമായിട്ട് കൃഷ്ണനെ വളർത്താൻ വേറൊരു വീട്ടിൽ കൊടുത്തപ്പോൾ അന്നേരം ശത്രുവായി പോയില്ലേ. അതിനു മുമ്പ് എന്താ പറഞ്ഞത്? പ്രസവിച്ച് 8ാമത്തെ പുത്രനെല്ലാം കൊണ്ടുതരാം, എന്തോ ചെയ്തോളൂ എന്ന് പറഞ്ഞ വാക്ക് പാലിച്ചില്ല. അതുകൊണ്ട് ഇപ്പോൾ ശത്രുവായി. 8ാമത്തെ പുത്രനെ മാറ്റി അവിടെ കൊണ്ടുവച്ചിട്ട് നന്ദഗോപരുടെ പെൺകുട്ടിയെ കൊണ്ട് കൊടുത്തപ്പം ഇത് നാരദ മഹാമുനി പറഞ്ഞപ്പോൾ ഇതെല്ലാം അറിഞ്ഞപ്പം പരമശത്രുവായില്ലേ ദേവകിയും വസുദേവരും. അവർ കൊത്ത് പിതാവ് നിൽക്കുന്നതുകൊണ്ട് ഉഗ്രസനെ കാളന്തി കൊണ്ടുവന്ന് താഴ്ത്താം. അതുകൊണ്ട് അച്ഛനായാലും പരബന്ധുവാകിലോ അന്യൻ്റെ ബന്ധുവായിട്ട് നിൽക്കുന്നത് കൊണ്ട്, ദേവകിയുടെയൊക്കെ ബന്ധുവായി നിൽക്കുന്നതുകൊണ്ട് നിശ്ചയം കൊല്ലാം ഇതെന്നറിഞ്ഞിടുവിൻ. അതുകൊണ്ട് പിതാവിനെ കൊല്ലാം.
ഇത്തം പറയുന്ന കംസ ദുർവാക്കുകൾ ഉത്തമ പുരുഷൻ കേട്ടോരനന്തരം. ഭഗവാൻ ഇതിങ്ങോട്ട് കേട്ട്, ഇത്രയെല്ലാം പറഞ്ഞത് കേട്ടു ഭഗവാൻ. കൃഷ്ണൻ കേട്ടു. ഭഗവാന്റെ മുത്തച്ഛനും അച്ഛനും അമ്മയുടെ കാര്യമായി പറയുന്നത്. ഭഗവാന് സഹിക്കൂ. അപ്പോൾ ഭഗവാൻ ഉഗ്രനാം കംസൻ ഇരിക്കുന്ന മഞ്ചത്തിൽ എത്രയും വേഗേന ചെന്നു മുകുന്ദനും. ഭഗവാൻ എന്ത് ചെയ്തു? ഉഗ്രനായിരിക്കുന്ന കംസൻ ഇരിക്കുന്ന മഞ്ചം എത്രയും പെട്ടെന്ന് ഭഗവാനോടേക്ക് കയറിങ്ങ് ചെന്നു. ഈ മല്ലന്മാരൊക്കെ വധിച്ചിട്ട് ഭഗവാനോടൊക്കെ ചുറ്റിക്കറങ്ങി നടന്ന് സന്തോഷിക്കുമായിരുന്നു. ഇയാൾ ഇത് പറഞ്ഞപ്പം കൃഷ്ണൻ അത് കേട്ടപ്പം പെട്ടെന്ന് തന്നെ വേഗേന അവൻ്റെ അടുക്കലേക്ക് ചെന്നു. മഞ്ചത്തിൽ എത്രയും വേഗം, സിംഹാസനത്തിൽ ഇരിക്കുന്നിടത്ത് കംസൻ അങ്ങനെ രാജാവായി ഇരിക്കുകയല്ലേ, ഉള്ളം പിടയ്ക്കുവന്ന് അയാൾക്കേ അറിയാം, മറ്റുള്ളവരെ കാണിക്കുന്നില്ലെന്നല്ലേ ഉള്ളു രാജാവായോണ്ട്. ഭഗവാൻ പെട്ടെന്ന് തന്നെ അയാളുടെ അടുക്കലേക്ക് ചെന്ന് കാലനാ കൃഷ്ണനെ കണ്ടൊരു കംസനും കാലഭയത്തോടെഴുന്നേറ്റ് സത്വരം. അപ്പോൾ ഭഗവാനെ അയാൾ കാലനാക്കി വെച്ചേക്കുവാണല്ലോ. ആ ശരീരവാക്യം അങ്ങനെയാണല്ലോ, എട്ടാമത്തെ പുത്രൻ നിന്നെ വധിക്കും എന്നല്ലയോ പ്രവചനം, അശരീരവാക്യം. അതുകൊണ്ട് ഭഗവാൻ പെട്ടെന്ന് ചെന്നപ്പോൾ കാലൻ വരുന്നതുകൊണ്ട് പെട്ടെന്ന് അയാൾ എന്ത് ചെയ്ത്, പെട്ടെന്ന് കാലഭയത്തോടെ എഴുന്നേറ്റ് എൻ്റെ മരണം ദാ അടുത്തു എന്ന്, എനിക്ക് മരണം വന്നു. അത് യമൻ കാലനല്ലയോ, കൃഷ്ണനെ കാലനാക്കി വെച്ചേക്കും. കൃഷ്ണൻ അന്തകനായിട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ഉള്ളം പിടച്ചിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് മഞ്ചത്തിൽ നിന്ന് കൃഷ്ണനെ കണ്ടൊരു കംസൻ കാലഭയത്തോട് എഴുന്നേറ്റ് സത്വരം വാളും പരിചയം കൈക്കൊണ്ട് പൊങ്ങിനാൻ. പെട്ടെന്ന് തന്നെ കൃഷ്ണനെ വധിക്കാനായിട്ട് വാളും പരിചയമൊക്കെ എടുത്ത് പൊങ്ങി എണീറ്റ് ചീളന്ന് പക്ഷി പറക്കം കണക്കിനി മഞ്ചത്തിൽ നിന്നങ്ങ് എതിരിടും മുന്നമേ. അത് ചീളന്ന് എന്ത് ചെയ്യുന്നു? പക്ഷി പറക്കുന്നത് പോലെ. ആരാ? കൃഷ്ണൻ. ഇപ്പുറത്ത് അവിടെ മഞ്ചത്തിൻ്റെ അടുത്തുള്ള ചെന്നതേ ഉള്ളായിരുന്നു. ഭഗവാൻ അപ്പോഴെന്ത് ചെയ്ത്, മഞ്ചം ഒരു പൊക്കമുള്ള സ്ഥലമാണ്, ഇച്ചിരി പൊക്കമുള്ള സിംഹാസനമാണ്. ഭഗവാൻ അവിടെ അടുത്ത് ചെന്നപ്പോൾ ഇയാൾ ഇങ്ങനെ വാളും പരിചയം എടുത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പായിട്ട് ഭഗവാൻ എന്ത് ചെയ്ത്, പക്ഷി പറക്കുന്ന കണക്ക് പറന്ന് ഈ മഞ്ചത്തിൽ നിന്ന് ചെന്ന്. അപ്പോൾ പക്ഷി പറക്കും കണക്കിന് മഞ്ചത്തിൽ നിന്നങ്ങ് എതിരിടും മുന്നമേ. മഞ്ചത്തിൽ നിന്ന് വാളും പരിചയം കൊണ്ട് കൃഷ്ണനെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഭഗവാൻ പെട്ടെന്ന് ചെന്നങ്ങ് പിടിച്ചു മുടിയിൽ. അതാണ് മഞ്ചത്തിൽ നിന്നങ്ങ് എതിരിടും മുന്നമേ. വാളും കൊണ്ട് ഭഗവാനെ വെട്ടുന്നതിന് മുന്നായിട്ട് തന്നെ പഞ്ചപാപഹരൻ കംസൻ്റെ കേശവും ചെന്ന് പിടിച്ചു. ഭഗവാൻ മറ്റാൾ എടുത്തെന്ന് കണ്ടപ്പോൾ തന്നെ പറന്നങ്ങ് ചെന്നിട്ട് അവൻ്റെ മുടിയിലങ്ങ് പിടിച്ചു. കേശം, മുടി കംസൻ്റെ. പഞ്ചപാപഹരൻ വെച്ചാൽ 5 പാപങ്ങളെ നശിപ്പിക്കുന്ന ഭഗവാൻ. കൃഷ്ണൻ 5 പാപങ്ങൾ എന്താണ്? ബ്രഹ്മഹത്യ, അത് ബ്രാഹ്മണ ഹത്യ, ബ്രാഹ്മണരെ കൊന്നാലുള്ള പാപം. മദ്യപാനം, അത് മദ്യപാനം ഒരു പാപമാണ്. മോഷണം, അതും പാപമാണ്. ഗുരുപത്നി ഗമനം, ഗുരുപത്നി വെച്ചാൽ ഗുരുമാതാവിനെ ഗമനം, അത് ഗുരുപത്നിയെ ഗമനിച്ച അവരോടൊന്നും ചെയ്തുകൂടാ, ഒന്നും ദോഷം പറഞ്ഞുകൂടായിരിക്കും. ഇങ്ങനെയുള്ള ഈ 4 പാപങ്ങളുണ്ട്. 5 എന്താണ്? ഇങ്ങനെ ഉള്ളവരുടെ കൂടെ സംസർഗം ചെയ്യുന്നത് പാപം. ഈ കംസൻ്റെ കൂടെയോ മദ്യപാനികളുടെ കൂടെയോ, അതല്ലേ ഞാൻ പറയാം, തനി മദ്യപാനികളാണ് നമുക്ക് നിവർത്തില്ലെന്ന് കണ്ടാൽ എങ്ങനെയും കഴിഞ്ഞു കൂടാന്ന് കഴിഞ്ഞാലും തീരെ നിവർത്തില്ലെങ്കിൽ നമുക്ക് ഒഴിഞ്ഞു മാറാം. കാരണം ഭാഗവതം അങ്ങനെ പറയുന്നത്. ഇനി എത്ര ഭാര്യയായാലും എന്തായാലും അങ്ങനെ മറ്റുള്ള കുടിയന്മാർക്ക് വേണ്ടി അടിമപ്പെട്ട് കിടക്കേണ്ട ഒരു കാര്യവും ഇല്ല. നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ നമുക്ക് ഈശ്വരനിലേക്ക് പോകാനുള്ള വഴി നമ്മൾ തേടി പിടിക്കണം. അതിന് തടസ്സം നിൽക്കുന്ന മദ്യപാനികളുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ കൂടെ ചേർന്ന് നിൽക്കാൻ ഉടയമ്പരാൻ പറയത്തില്ല. കാരണം ഇതിൽ പറഞ്ഞേക്കുന്നതാണ് ബ്രഹ്മഹത്യ, മദ്യപാനം, മോഷണം, ഗുരുപത്നി ഗമനം. ഈ പാപങ്ങൾ ചെയ്യുന്നവരോടുള്ള സംസർഗവും അങ്ങനെ 5 എണ്ണം. അപ്പം അവരോട് മദ്യപാനികളോട് സംസർഗം ചെയ്താൽ ഈശ്വരന് ഇഷ്ടമല്ല. അതുപോലെ മോഷണം ചെയ്യുന്ന ഭർത്താവിൻ്റെയോടോ അല്ലെങ്കിൽ ഭാര്യയോട് ഭർത്താവോ ചെന്ന് ചേർന്ന് നിന്നാൽ അതും പാപമാണ്. അതുപോലെ എല്ലാ കാര്യം, ബ്രഹ്മഹത്യ ആയാലും ഗുരുപത്നി ഗമനമായാലും ഇത് ചേർന്ന് സംസർഗം ചെയ്യുന്നതാണ് ഒരു പാപം. അപ്പം 5 പാപം. ഈ പഞ്ചപാപഹരൻ, ഈ 5 പാപങ്ങളെയും നശിപ്പിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ കംസൻ്റെ കേശവും ചെന്നു പിടിച്ചതു പോവതിനായി കംസൻ നിന്ന് കുതിർന്നൊരു നേരം ജഗന്മയൻ നന്ദാത്മൻ സർവവ്യാപി സർവാത്മകൻ തുങ്കമാം മഞ്ചത്തിൽ നിന്ന് കീഴ്പോട്ടേക്ക് എന്തു ചെയ്തു? മംഗലൻ തള്ളി വിറ്റിടിനാൻ കംസനെ മുടിയിൽ പിടിച്ച് താഴേക്ക് തള്ളിയങ്ങിട്ടു. പൊക്കമുള്ള മഞ്ചത്തിൽ നിന്ന് കീഴ്പോട്ട് വലിച്ചങ്ങിട്ട് ഭഗവാൻ പറന്നങ്ങ് ചെന്ന്. എന്താ കാരണം?
ഇത് വാളും പരിചയൊക്കെ എടുത്ത് ഭഗവാനെ ഇപ്പം എൻ്റെ കാലനാണെന്ന് കരുതിയപ്പം പെട്ടെന്ന് വെട്ടിക്കൊല്ലണം കാലനെ കൃഷ്ണനെ, അതുകൊണ്ടാണല്ലേ വാളെടുക്കുന്നത്. ഭഗവാൻ എന്ത് ചെയ്ത് മനസ്സിൽ നേരത്തെ ഭഗവാൻ കാണുമല്ലോ, പെട്ടെന്ന് പറന്നങ്ങ് ചേർത്ത് പെട്ടെന്ന് മുടി കയറി അങ്ങ് പിടിച്ച് താഴെ തള്ളിയും കിട്ടും. അപ്പം കുതിർന്ന് അവിടുന്ന് മാറാൻ ശ്രമിച്ചു. ഈ ചെന്ന് പിടിച്ചപ്പോൾ പോവതിനായി കൈവിട്ട് മുടിയിൽ നിന്ന് പോകാൻ വേണ്ടി കംസൻ കുതിർന്ന്, ഭഗവാൻ കുട്ടിയാണെങ്കിലും പരമാത്മാവല്ലേ, ശക്തിമാനല്ലേ, ആ കയ്യിൽ നിന്ന് വിടുവിച്ച് പോകാൻ വേണ്ടി ഈ കംസൻ വളരെ പൊരുതി നോക്കി, പക്ഷേ പറ്റിയില്ല. നന്ദാത്മൻ എന്താ സർവ്വവ്യാപി, സർവത്തിൻ്റെ സ്ഥലവും വ്യാപിച്ചിരിക്കുന്ന ഭഗവാൻ സർവാത്മകൻ മഞ്ചത്തിൽ നിന്ന് കീഴ്പോട്ടേക്ക് പൊക്കമുള്ള മഞ്ചത്തിൽ നിന്ന് ഇരിപ്പിടത്തിൽ നിന്ന് അവനെ താഴേക്ക് മംഗലൻ ഭഗവാൻ കൃഷ്ണൻ തള്ളി വിട്ടിടിനാൻ ഈ കംസനെ. രംഗത്തിൽ വന്നു വീണിടിനാൻ കംസനും. അവ മല്ലയുദ്ധം ചെയ്ത രംഗമുണ്ടല്ലോ, എന്തെങ്കിലും ഇപ്പോൾ കഥകളി അല്ലെ ഡാൻസ് എന്തെങ്കിലുമൊക്കെ കഥാപ്രസംഗം, ഇതിനൊക്കെ ഒരു രംഗം നമ്മൾ നിന്ന് ചെയ്യേണ്ട, അതിനെന്താ പ്ലാറ്റ്ഫോം, നമുക്ക് ഫ്ലാറ്റ് കെട്ടിട്ടേക്കുന്ന അവിടെ അങ്ങനെയുള്ള അതാ രംഗം എന്ന് പറയുന്നത് തോന്നുന്നു. ഞാനിത് അങ്ങനെ എൻ്റെ വിചാരം, കാരണം അവിടെയാണ് ഭഗവാൻ നിന്നപ്പം അവിടെയാണ് അവനെ തള്ളിയിട്ടത്. അപ്പോൾ രംഗത്തിൽ വന്ന് വീണിടാൻ ഈ കംസൻ മുടി പിടിച്ച് തള്ളിയിട്ടപ്പോൾ അവൻ അവിടെ വന്ന് വീണു. കംസൻ വന്ന ഭീത്യാദിശി സംഭ്രമത്തോടുടൻ നന്ദാത്മജനെ നോക്കിയിടുന്നതിന് മധ്യേ കൂടവേ ചാടിനാൻ കൃഷ്ണൻ. അവൻ മീതേ കൂടി വീണപ്പോഴേ കംസന്റെ ജീവനും കൂടുവിട്ടു മരിച്ചിടിനാൻ കംസനും. അതിൻ്റെ കൂടെ തന്നെ ഭഗവാനും അവൻ്റെ പുറത്തേക്ക് അങ്ങ് വീണു. കംസനെ എങ്ങനെ തള്ളി തറയിലിട്ടു, ഭഗവാനും അവൻ്റെ പുറത്ത് തന്നെ അതുപോലെ വന്നങ്ങ് വീണ്. അപ്പോഴേ തന്നെ അവൻ്റെ കൂട്ടിൽ നിന്ന് അവൻ്റെ ദേഹത്തിൽ നിന്ന് ജീവൻ അങ്ങ് പോയി മരിച്ചു കംസൻ. കംസൻ്റെ ദേഹത്തെ മേദിനി തന്നിൽ ആ കംസാരി പാദം പിടിച്ചിഴച്ചിടുന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു, അവൻ്റെ കൂട്ടിൽ നിന്ന് അവൻ്റെ ജീവൻ പോയിട്ടും ഭഗവാൻ പാദത്തെ പിടിച്ച് അവൻ്റെ ദേഹം അവിടെ എല്ലാം വലിച്ചിഴച്ചു. അപ്പോഴെന്താണ് നടന്നത്? ഹാ ഹാ ഹഹോ ഹഹോ ശബ്ദമയമായി ഹാഹേതി ഘോഷമായി വന്നു ജഗത്തുകളെല്ലാം എന്ത് ചെയ്യുന്നു? ഹഹാ ഹഹാ ഹഹോ ഹഹോ ഹഹേതി. എങ്ങനെ അവിടെ ഘോഷമായി, അവിടെ ഇപ്പോഴാണ് ഘോഷമായത്. അവിടെ ധനുർയാഗം വന്ന് വലിയ ആഘോഷം നടത്തി അവിടെ എന്തൊക്കെ കാട്ടാനിരുന്നാണ് ഈ കംസൻ. പക്ഷേ അതിനുമുമ്പായിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? നടത്താൻ പറ്റിയോ? മല്ലനായിട്ട് മല്ലന്മാരെയും കൊന്ന് അതായത് മതിച്ച ആനയും കൊന്ന് അവസാനം കംസനെയും പിടിച്ച് തള്ളിയിട്ട് അവനെയും കൊന്നപ്പം ജനങ്ങൾ എന്താ ചെയ്യുക? അവിടെ ഉത്സവമായി, ആഘോഷമായി. ജനങ്ങൾ ഹാ ഹാ ഹഹോ ഹഹോ ശബ്ദമയമായി ഹാഹേതി ഘോഷമായി വന്നു ജഗത്തുക്കൾ. സ്നേഹവശാൽ ബലഭദ്രനും കൃഷ്ണൻ്റെ ദേഹേ തലോടി തഴുകിനാൻ. മേൽക്കുമേൽ ഭഗവാന്റെ ദേഹത്തിൽ ജ്യേഷ്ഠൻ തലോടി തഴുകി. എത്രമാത്രം സ്നേഹം കൂടുമെന്നറിയാമോ? പരമാത്മാവാണെന്ന് ബലഭദ്രന് അറിയാം. കാരണം അതിനു മുമ്പേ തന്നെ പല പല അത്ഭുതങ്ങളും കാണിച്ചപ്പം ഭഗവാനെ അനുജനാണെങ്കിലും ബലഭദ്രന് അറിയാം നല്ലതുപോലെ ഇദ്ദേഹം സാക്ഷാൽ ഒരു മനുഷ്യനല്ലെന്ന് ബലഭദ്രന് അറിയാം. ഇപ്പോഴും അനുജനുള്ള ആ സ്നേഹവും ഇത്രയും കാഠിന്യമേറെ ഈ കംസനെയും വധിച്ചു. ഇത്രയായപ്പം ഭഗവാന്റെ ദേഹമൊക്കെ തട്ടി തലോടി തഴുകി ഈ ജ്യേഷ്ഠൻ. സർവാത്മകനായുമേവും മുകുന്ദനെ സർവദാ ഭീതിയാൽ ചിന്തിച്ചു കംസനും. അപ്പോൾ സർവാത്മകനായിരിക്കുന്ന ഈ ഭഗവാൻ കൃഷ്ണനെ, മുകുന്ദനെ എപ്പോഴും ഭീതി കൊണ്ട് ചിന്തിച്ചിരിക്കുകയായിരുന്നു കംസൻ. കൃഷ്ണൻ എൻ്റെ കാലനാണ്, കൃഷ്ണൻ എന്നെ കൊല്ലും എന്നുള്ള ഭീതി കൊണ്ട് അവനിങ്ങനെ കൃഷ്ണ എന്നുള്ള ചിന്ത ആയതുകൊണ്ട് എന്ത് വന്നു? വേട്ടാളനെ സദാ ചിന്തിച്ചു കീടവും വേട്ടാളനായി വരും പോലെ കംസനുടൻ ലോകേശനായ നാരായണനാം കൃഷ്ണ സാരൂപ്യവും വന്ന് മുക്തനായിടനാൻ. ഈ കീടം പുഴു ഒരു കൂട് കൂട്ടി അതിലിങ്ങനെ ഇരുന്നിട്ട് വേട്ടാളിനെ തന്നെ ചിന്തിക്കും. അങ്ങനെ വേട്ടാളിനായിട്ടങ്ങ് മാറും. അതിൽ നിന്ന് ഒരു പരുവം ആകുമ്പം ഈ പുഴു അവൻ വേട്ടാളിനാവുന്നത് പോലെ കൃഷ്ണ 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 എന്ന് ചിന്തിച്ചിരിക്കുമായിരുന്നു ഉള്ള കാലം. എന്തേ ഉള്ള കാലവും അശരീരവാക്യം എന്നാ കേട്ടത്? ദേവകിയുടെ വിവാഹത്തിൻ്റെ അന്ന് തൊട്ട് കാലനാണെന്നുള്ള ചിന്ത അന്നേ ഉണ്ട്. ഓരോ കുട്ടികളെയും കൊടുക്കും, അതിനൊക്കെ വധിക്കുന്നുണ്ട്. എന്നും ഇച്ചിരി ഒന്ന് മയങ്ങി ഇരുന്നപ്പോഴാണ് നാരദ മഹാവിന് കൊണ്ടു കൊടുത്തത്. അല്ല, പെൺകുട്ടിയെ കൊന്നപ്പം തീർന്നെന്ന് ധരിച്ചിരിക്കുകയായിരുന്നു. നാരദ മഹാമുനി ചെന്ന് പറഞ്ഞു, കൃഷ്ണനല്ല
കുട്ടി 8ാമത്തെ കുട്ടിയെ കൊണ്ട് തന്നത് അത് പെൺകുട്ടിയായിരുന്നു, അവിടെ ഇന്നടത്ത് വളരുവാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഇയാൾക്ക് വീണ്ടും തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ ഭയം കൊണ്ട് കൃഷ്ണ കൃഷ്ണ എന്നായതുകൊണ്ട് എന്ത് വന്നു, വേട്ടാളൻ കീടം വേട്ടാളിയെ തന്നെ ചിന്തിച്ചിരുന്നപ്പോൾ ആ പുഴു മുറ്റി വന്നപ്പോൾ ഒരു വേട്ടാളിനായിട്ട് തന്നെ വന്നതുപോലെ ഇവിടെ കൃഷ്ണനെ ചിന്തിച്ചിരുന്നുകൊണ്ട് കൃഷ്ണനെ പോലെ, അതായത് സാരൂപ്യം, ഭഗവാന്റെ സാരൂപ്യം വന്ന് മുക്തനായിടിനാൻ. ഭഗവാന്റെ കയ്യാൽ വധിക്കുകയും ചെയ്ത് എപ്പോഴും ഭയം കൊണ്ടാണെങ്കിലും അതിപ്പം ദൈവം ക്ഷമിക്കും. കാരണം ആരെയും കൊല്ലപ്പം തൂക്കയറ് ഇത്ര നാളെന്ന് ഉണ്ടെന്ന് പറയാം, അവിടെ ഉള്ള മൊത്തവും ഭയം തന്നെ ഇരിക്കും. ഇന്നാരെ തൂക്കാൻ വിധിച്ചിട്ടുണ്ട് ഇന്ന തീയതി, അവിടം വരെ ആ ആള് ഭയന്നിരിക്കും. അത് കംസന്റെ കുറ്റമല്ല. അതുകൊണ്ട് ഭഗവാൻ അവിടെ ഒരു അല്പം ആശ്വാസം കൊടുക്കണ്ടേ. എപ്പോഴും കൃഷ്ണ കൃഷ്ണ എന്നും പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് വെറും പന്ന മരണം കൊടുത്തുകൂടാ. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു, സാരൂപ്യം കൊടുത്തു, മുക്തനാക്കി. അത്രയും ഒരു നേട്ടമെങ്കിലും അമ്മാവനല്ലേ പോരെങ്കിൽ. അതുകൊണ്ട് ഭഗവാൻ അത്രയും ഒരു ദാക്ഷിണ്യം അയാളോട് കാണിച്ചു. അതൊക്കെ എൻ്റെ അഭിപ്രായമാണ്, ഞാൻ ഇതിൽ കൂടെ വർണ്ണിച്ചതാണ്, അല്ലാതെ ഇതിലൊന്നും അതില്ല. എൻ്റെ ഒരു യുക്തിയല്ല, എനിക്ക് യുക്തിയൊന്നുമില്ല. ഞാൻ എൻ്റെ മനസ്സിൻ്റെ താല്പര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എത്രയായാലും അമ്മയുടെ ആങ്ങളെയല്ലേ, അതുകൂടെ നോക്കുമ്പം വധിക്കാനവിടെ വിധി കിടക്കുന്നതാണ്, അത് വധിച്ചേ പറ്റൂ. അത് കഴിഞ്ഞ ജന്മങ്ങളിലുള്ള പൂർവ്വജന്മങ്ങളിൽ കിട്ടിയേക്കുന്ന എന്താ പറയുക വാസനകളാണ്. ഇന്നതുപോലെ പരമാത്മാവ് വരും, ഇദ്ദേഹത്തിന് മരണം അങ്ങനെ ഉണ്ട്, ഈശ്വരൻ്റെ കയ്യാൽ തന്നെ വധിക്കണം, ഇതൊക്കെ കിടന്നാൽ പിന്നെ അത് ആരെങ്കിലും കുറ്റമല്ല. അതിന് കൃഷ്ണനെ ആരും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഒരുപാട് പേരും കൃഷ്ണൻ വന്നെല്ലാവരെയും വധിച്ചില്ലയോ എന്ന്. അങ്ങനെ കിടക്കുന്ന കാലത്തിന് ചെയ്തല്ലേ പറ്റൂ. ഒരു കാര്യമില്ലാതെ ഒരു കാരണം ഉണ്ടാവത്തില്ല. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ ഒരു കാര്യവും വരത്തുള്ളൂ. അതുകൊണ്ട് ആരും ഒരു ഇല അനങ്ങണമെങ്കിലും പരമാത്മാവ് അറിയാതെ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കാകും ഇതിൻ്റെ കുറ്റവും കുറവും പറയാൻ നമ്മളൊരാളല്ലല്ലോ, എല്ലാം ഈശ്വര നിശ്ചയമല്ലേ. അതുകൊണ്ട് എന്ത് വന്ന് അയാൾക്ക് പുണ്യം കിട്ടി. എന്നിട്ട് പറയുന്നു, അപ്പം കൃഷ്ണ സാരൂപ്യം വന്നു, ഭഗവാനെ പോലെ സാരൂപ്യം മുക്തനായിടിനാൻ. പുണ്യമില്ലാത്ത ജനത്തിന് ഇത് വരാ, പുണ്യമില്ലാത്ത ആർക്കും ഇങ്ങനെ വരത്തില്ല, സാരൂപ്യം കിട്ടത്തില്ല. അപ്പോൾ ഈ കംസൻ അത് കിട്ടിയെങ്കിൽ എന്താണ്, പുണ്യപുരുഷനാകുന്നത് കംസനും. അപ്പോൾ കംസൻ ഒരു പുണ്യപുരുഷൻ. എന്താ, കൃഷ്ണ കൃഷ്ണ എന്ന് ഭയം കൊണ്ട് ആണെങ്കിലും അദ്ദേഹം കൃഷ്ണ കൃഷ്ണ എന്ന് കുറച്ച് നാൾ ജപിച്ചു. മനസ്സിനകത്ത് ഭയം കൊണ്ടാണെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇദ്ദേഹം പുണ്യപുരുഷനായി തീർന്നു. ദുഷ്ടത്തരങ്ങളൊക്കെ ഒരുപാട് ചെയ്തു. പക്ഷേ അയാൾ കുറച്ച് നാളുണ്ട് ഭഗവാൻ തന്നെ ചിന്തിച്ചിരുന്നുകൊണ്ട് അയാൾക്ക് സാരൂപ്യം കിട്ടി. അതുകൊണ്ട് അയാൾ പുണ്യപുരുഷനാകുന്നത് കംസനും. കംസന്റെ സോദരന്മാർ അവർ 8 പേർ ആശു വരുന്നത് കണ്ട് ബലഭദ്രൻ നല്ല പരിഹമെടുത്ത് 8 പേരെയും തല്ലി മുടിച്ചത് കണ്ടൊരു ദേവകൾ പൂമഴ മേൽക്കുമേൽ വർഷിച്ചു വാദ്യവും ആമോദമോടുമേന്മേൽ മുഴക്കിയിടിനാർ. ഈ കംസനെ വധിച്ചെന്നറിയുമ്പം കംസന്റെ 8 സഹോദരന്മാരും കൂടെ കൃഷ്ണൻ്റെ അടുക്കിലേക്ക് പാഞ്ഞു വന്നു കൃഷ്ണനെ വധിക്കാൻ വേണ്ടി. അപ്പം ഭഗവാൻ എന്ത് ചെയ്തു, വരുന്നത് കണ്ടപ്പം ബലഭദ്രൻ എന്ത് ചെയ്തു, ഭഗവാൻ കൃഷ്ണനൊന്നും ചെയ്തില്ല. ഇങ്ങനെ വരുന്നത് കണ്ട് ബലഭദ്രൻ നല്ല പരിഹമെടുത്ത്, ഇരുമ്പൊലക്ക എടുത്ത് തല്ലി മുടിച്ച് എല്ലാത്തിനെയും ശരിയാക്കി. അത് കണ്ടൊരു ദേവകൾ എന്ത് ചെയ്തു, ദേവന്മാർ പൂമഴ മേൽക്കുമേൽ വർഷിച്ചു വാദ്യവും ആമോദമോട് മേന്മേൽ മുഴക്കിടും. നല്ല വാദ്യഘോഷത്തോടുകൂടി. എത്ര മല്ലന്മാരാണ് മരിച്ചത്, 5 മല്ലന്മാർ കംസന്റെ യുദ്ധത്തിൽ അവിടെ മല്ലയുദ്ധത്തിൽ മരിച്ച്. കംസൻ 6 ആയി, 8 പേര് പിന്നെ അതിനുശേഷം വന്നു. അപ്പോൾ എത്രയായി, ആദ്യം 5 വന്നു, 6, 8, 6, 14 പേരെ ഭഗവാൻ രാമനോടെ ഒടുക്കി. അത്രയായപ്പോൾ ദേവന്മാർക്ക് സന്തോഷമായി. പുഷ്പങ്ങളെല്ലാം വാരിച്ചൊരിച്ച് ഇങ്ങോട്ട് വാദ്യഘോഷങ്ങളൊക്കെ ആകാശത്തുനിന്ന് ദേവന്മാരെല്ലാം സന്തോഷിച്ച് മേൽക്കുമേൽ പൂമഴയൊക്കെ വർഷിച്ച് വാദ്യവും ആമോദമോട് മേന്മേൽ മുഴക്കിടിനാർ. ഇത് ഒത്തിരി ഉണ്ട് വായിക്കാൻ. നമുക്ക് ഇത് കംസവധം ഇത്രയും കിടക്കുന്ന അത്രയും വായിച്ച് തീർക്കാം. എന്നിട്ട് അതിൻ്റെ അർത്ഥം ഞാൻ അടുത്ത പ്രാവശ്യം പറഞ്ഞുതരാം, അറിയാമെങ്കിൽ പറഞ്ഞുതരാം. ഇപ്പം സമയം ഒരുപാടങ്ങ് പോന്ന്. അപ്പം ഞാനിത് വായിച്ചങ്ങ് പോവാം. അപ്പം ഭഗവാൻ ഇങ്ങനെ ചെയ്തപ്പോൾ ആകാശത്തുനിന്ന് പൂമഴയെല്ലാം ഞാനിങ്ങനെ പറഞ്ഞാലും പിന്നും അർത്ഥം പറഞ്ഞുകൊണ്ടിരിക്കും, അതാ കുഴപ്പം. 40 മിനിറ്റ്, ഇനിയിപ്പോൾ 2 മിനിറ്റ് കൂടെ ഉള്ളു. കാമതനായ മുകുന്ദനെ ഏറ്റവും കാമലാഭാൽ സ്തുതിച്ചിടിനാർ തുഷ്ടരായി. അപ്സര സ്ത്രീകൾ നൃത്തം തുടങ്ങിയിടിനാർ. ശില്പമാൻ തന്നെ സ്തുതിച്ചിതു നാരദൻ. അപ്പോൾ അന്തഃപുര സ്ത്രീകൾ ദുഃഖിച്ചു, കംസന്റെ ഭാര്യമാര് ദുഃഖിച്ചു. പിൽപ്പാട് കംസദേഹം വന്നു കണ്ടപ്പോൾ വന്നൊരു ശോകേന തന്നെ മറന്ന്, ഈ സ്ത്രീകൾ അവരവരെ തന്നെ മറന്നിട്ട് തന്നെത്താൻ താടിച്ചു മോഹിച്ചെഴുന്നേറ്റ് വാവിട്ട് തങ്ങൾ പറഞ്ഞു കരകയും താപം ഉൾക്കൊണ്ടവർ പിന്നെയും ഇങ്ങനെ ഭർത്തൃദേഹത്തെ അങ്ങാശ്ലേഷവും ചെയ്ത് കത്തിയെഴുന്ന ശോകാഗ്നിയിൽ മുങ്ങിയും പിന്നെ വിങ്ങി പറഞ്ഞിടിനാരിങ്ങനെ
ഭർത്താവല്ലേ മരിച്ചേക്കുന്നത്. 2 സ്ത്രീകളോട് വന്ന് കംസന ദേഹം വന്ന് കണ്ടപ്പോൾ വിഷമം കൊണ്ട് അവരെ തന്നെ മറന്ന് താടിച്ച് തന്നെ ദേഹമൊക്കെ അടിച്ച് വിഷമിച്ച് കരഞ്ഞ് എന്നിട്ട് കരഞ്ഞിട്ട് എന്താ പറയുന്നത്, വിങ്ങി പറയുന്നത്, ഇന്ന് അങ്ങ് പോയങ്ങളെ തെളിച്ചു ഭവാൻ, ഞങ്ങളെ കളഞ്ഞിട്ട് ഭവാൻ എവിടേക്ക് പോയി കംസനോട് പറയുവാണ്. ഹാ ഹാ ശിവ ശിവ ജീവനാകും ഭവാൻ, ഹാ ഹാ ഹൃദയത്തിൽ അഗ്നി ദഹിക്കുന്നു, ഹാ ഹാ നീ എന്നി ഞങ്ങൾക്കെന്തരാ ഗതി, ഞങ്ങൾക്ക് ഇനി ആരാ ഗതി, ഞങ്ങളെ കളഞ്ഞിട്ട് പോയില്ലേ, ഞങ്ങൾക്ക് ഇനി ആരാ ഉള്ളത്, പൊയ്യല്ല ഞങ്ങളെ കൊണ്ടുപോയിടുന്നീ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞങ്ങളെ കൂടെ കൊണ്ടുപോയി. 2 സ്ത്രീകളാ ഭാര്യമാർ, അവർ നല്ല സ്ത്രീകളാണ്, അവർക്ക് ഈ കംസൻ്റെ സ്വഭാവമൊന്നുമില്ല. എന്നിട്ട് പറഞ്ഞു ഞങ്ങളെ കൂടെ കൊണ്ടുപോകൂ, ഞങ്ങൾക്ക് ഇനി ആരാ ഉള്ളത്, നീയല്ലയോ ജീവനായതോ ഞങ്ങൾക്ക്, ഉത്തമ സ്ത്രീകൾ ഭർത്താവെ പിരിഞ്ഞിഹ വർത്തിക്കരുതെന്ന് കേൾപ്പുണ്ടു ഞങ്ങളും. ഉത്തമമായിരിക്കുന്ന സ്ത്രീകൾ ലോകത്ത് വന്നാൽ അവർ ഭർത്താവിനെ പിരിഞ്ഞിരിക്കുന്ന സ്വഭാവക്കാർ ആവരുത്, അങ്ങനെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. മാധുര്യമുള്ള മധുരാപുരിയിലെ മാധുര്യമൊക്കവേ നഷ്ടമായി വന്നിതു, വൈധവ്യമാർന്നൊരു ഞങ്ങളെ പോലെയും വൈധവ്യമാർന്ന മധുരാപുരി വിഭു. അതായത് ഈ സ്ത്രീകൾക്ക് വൈധവ്യമായി, ഭർത്താവ് മരിച്ച വിധവയെന്നല്ലേ, അതോ വൈധവ്യമായി, പക്ഷെ മധുരാപുരിയും വൈധവ്യമായി. അതെന്താ കാരണം എന്ന് കണ്ടുപിടിക്കാമോ? ഞാൻ കണ്ടുപിടിച്ച്. കാരണം രാജാവല്ലേ മരിച്ചേക്കുന്നത്, മധുരാപുരിയുള്ള പ്രജകൾക്കുള്ള നാഥൻ മരിച്ച ആ ജനങ്ങളും വൈധവ്യമാവും. രാജധാനിയിൽ രാജാവ് മരിച്ചാൽ പിന്നെ പ്രജകളെല്ലാം നാഥനില്ലാത്ത പ്രജകളല്ലേ, അപ്പോൾ ആ സ്ഥലവും മധുരാപുരിയും വൈധവ്യമായി. അതാണ് ഇവിടെ മാധുര്യമുള്ള മധുരാപുരിയിലെ മാധുര്യമൊക്കവേ നഷ്ടമായി വന്നത്. അവിടുത്തെ മധുരം എല്ലാം മാറിപ്പോൾ. എന്താ, രാജാവല്ലേ മരിച്ചേക്കുന്നത്, വൈധവ്യമാർന്നൊരു ഞങ്ങളെ പോലെയും ഈ സ്ത്രീകൾ വൈധവ്യമായതുപോലെ വൈധവ്യമാർന്ന മധുരാപുരി വിഭു, മധുരാപുരിയും രാജാവില്ലാത്ത വിധവയായപ്പോൾ ആ ഭൂമി അവിടം അപ്പം രാജാവ് നഷ്ടപ്പെട്ടാൽ അത് നാഥനല്ലേ രാജാവ്, എല്ലാവരുടെയും. അപ്പം അവിടെയും അതുപോലെ ആയി. സത്തുക്കളെ ഖേദ കൂടാതെ നിത്യവും മത്തനായി ദേഷിക്കൊണ്ട് ഭവാനെന്ന് ദുഷ്ടരെ പോലെ മരിക്കുമാറായതു, കഷ്ടമല്ലാതെ വരാ ശിഷ്ടദേശത്താൽ. ശിഷ്ടം എന്ന് വെച്ചാൽ ഈശ്വര സത്തുക്കൾ, പിന്നെ ദുഷ്ടൻ എന്ന് വെച്ചാൽ കംസനെ പോലുള്ളവർ. എന്താ കാരണം ഇത് മരിക്കാൻ ഇങ്ങനെ? ആ കാരണം ആ ഭാര്യമാർ പറയുന്നു, സത്തുക്കളെ ഒരു കാരണം കൂടാതെ ഹേതു കൂടാതെ നിത്യവും മത്തനായി ദേഷിക്കൊണ്ട്, മതിച്ചു കിടക്കുന്ന രാജാവ് സത്തുക്കളെ എപ്പോഴും ദ്രോഹിക്കുന്നു. അതുകൊണ്ട് നിത്യവും ഇങ്ങനെ വന്നതുകൊണ്ട് ഈ ഭവാൻ എന്നതായി ഈ കംസൻ ദുഷ്ടരെ പോലെയാണ് ഇങ്ങനെ മരിക്കാതെ, അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. എല്ലാ സത്തുക്കളെയും ദേഷിച്ചിട്ടും കഷ്ടമല്ലാതെ വരാ ശിഷ്ടദേശത്തിൽ. ഈ ശിഷ്ടരായിരിക്കുന്ന ജനങ്ങളെ ദേഷിച്ചാൽ, ശിഷ്ടനെന്ന് വെച്ചാൽ എന്താ, നല്ലവർ സത്തുക്കൾ. ദുഷ്ടനെന്ന് വെച്ചാൽ എന്താ, കംസനെ പോലെ തമോ ഗുണക്കാർ. അപ്പോൾ ശിഷ്ടരെ ദേഷിച്ചാൽ കഷ്ടമല്ലാതെ വരാ, ഈ കഷ്ടമേ വരത്തുള്ളൂ. ലോകേശനായ നാരായണൻ തന്നോട് ആഘാത കർമ്മമോ ഓരോന്ന് പലകാലം. ഈ ഭഗവാനായിരിക്കുന്ന ഈശ്വരനായ കൃഷ്ണനോട് ആഘാത കർമ്മങ്ങൾ ഓരോന്ന്. എന്താ ആഘാത കർമ്മങ്ങൾ? ഒരുപാട് കാര്യങ്ങളെല്ലാം കൃഷ്ണനോട് കാണിച്ചെല്ലാം വേണ്ടാത്തതാ, ആകാത്തതാ, ചെയ്യാൻ കൊള്ളരാത്തതാണ് മൊത്തം ചെയ്ത്. പൂതനെ 15-ാം ദിവസം തൊട്ട് പൂതനെ വിടുന്നു, ഇങ്ങനെ ഓരോരുത്തരെയായി വിടുന്നു. അതുകൊണ്ട് ഈ സ്ത്രീകൾ പറഞ്ഞു, ലോകേശനാണ് ഭഗവാൻ നാരായണൻ, അദ്ദേഹത്തോട് ആകാതെ വേണ്ടാത്ത കർമ്മങ്ങളെല്ലാം ഓരോന്ന് പല കാലം ചെയ്ത് ഓർത്താൽ പറയാവതല്ലേ ഇതുമേ. ഇത് പറയാൻ പറ്റുന്നതിന് അത്രമാത്രം ഘോരമായ ദുഷ്കർമ്മങ്ങളാണ് ഇദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് കഷ്ടങ്ങൾ വരാതെ എങ്ങനെ ഒക്കുന്നേ? അത് പറയാനൊക്കുമോ? അതുകൊണ്ട് ഈശ്വരൻ പെയ്ത മതേന ഓരോന്ന് അതികഷ്ടമായി ഈശ്വരൻ തന്നോട് വൈരം തുടങ്ങിയാൽ ശാശ്വത ദുഃഖമല്ലാതെ സുഖമില്ല. എനിക്ക് പെട്ടെന്ന് വായിക്കാനൊക്കെ ഈ നാക്ക് തിരിയത്തില്ല, ഷുഗർ താഴും. അതുകൊണ്ട് നിങ്ങൾക്ക് സ്പീഡ് കൂടിയാൽ ഒരക്ഷരവും തിരിഞ്ഞു വരത്തില്ല. അതുകൊണ്ട് എന്നാലും സമയം പോകും നോക്കില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാനിപ്പോൾ 42 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ എന്താ, പെയ്ത മതേന, അഹങ്കാരം മഴ പോലെ അത്രമാത്രം അഹങ്കാരം ഇങ്ങാർക്കുണ്ട്. പെയ്ത മതേന ഓരോന്ന് അതികഷ്ടമായി ഈശ്വരൻ തന്നോട് വൈരം തുടങ്ങി. അങ്ങനെയുള്ള കഷ്ടമുള്ള ദുഷ്കർമ്മങ്ങൾ ഭഗവാനോട് തുടങ്ങിയാൽ ശാശ്വത ദുഃഖമല്ല, സുഖമില്ല. ശാശ്വതമായ ദുഃഖം ഒരിക്കലും മാറാതെ ശാശ്വതം നിലനിൽക്കും. അയാൾ മരിക്കോളോ മരിച്ചു കഴിഞ്ഞാലും നരകത്തിൽ പോകും. എന്താ കാരണം? ശാശ്വതമായി കിടക്കുക ചെയ്ത കർമ്മത്തിൻ്റെ ഫലം. അതുകൊണ്ട് നല്ല സുഖം കിട്ടത്തില്ല. ഏവം കരയും നൃപസ്ത്രീ ജനങ്ങളെ കേവല ഐകമത്യേന പറഞ്ഞുടൻ ഭേദം വരുത്തി തെളിയിച്ചു മന്നവാ. രാജാവേ, ഇതൊക്കെ പരീക്ഷത്തിനോട് ആര് പറയുന്നു? മഹാമുനി, ശീർഷുക മഹാമുനി. അതുകൊണ്ട് ഇതെല്ലാം കരഞ്ഞ് ഈ നൃപസ്ത്രീ രാജസ്ത്രീകൾ കേവലം ഐകമത്യേന, അവർ 2 സ്ത്രീകളും 2 ഭാര്യമാരും ഒന്നിച്ചിങ്ങനെ പറയുന്നു, ഭേദം വരുത്തി തെളിയിച്ചു മന്നവ. എന്താ ഭേദം വരുത്തി? ഇതെല്ലാം കല്ലും നെല്ലും
തിരിച്ചു വെച്ചതുപോലെ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഓരോ ഫലങ്ങളാണെന്ന് ഭാര്യമാർ പറഞ്ഞു. ഇന്ന് നമുക്കറിയാം, പല സ്ഥലങ്ങളിലും ഭർത്താവ് ചെയ്യുന്ന കുറ്റം ഒളിച്ചു വയ്ക്കും, ആരും അറിയിക്കില്ല. ഭർത്താവ് മദ്യപാന, അയ്യോ എൻ്റെ ഭർത്താവ് നല്ലവനാ, കുടിക്കത്തൊന്നുമില്ല, നല്ല മര്യാദയാണ്, എന്ത് തെമ്മാടനം കാണിച്ചാലും പറയും അയ്യോ എൻ്റെ ഭർത്താവ് നല്ലവനാ, ഒരു കുറ്റവും ചെയ്യുന്ന ആളല്ല, പരമശുദ്ധനാന്ന് പറയും. പക്ഷേ ഈ സ്ത്രീകൾ എന്താ പറഞ്ഞത്? ഭഗവാനോട് കളിച്ചാൽ ഇങ്ങനെയാണ്, ഭക്തന്മാരോട് ദേഷിച്ചാൽ ഇങ്ങനെയാണ്, ശാശ്വതമായ പിന്നെ എന്താ പറയുക, ദുഃഖങ്ങളെ ഉണ്ടാവൂ, ഒരിക്കലും കരകയറാൻ പറ്റില്ല, മരിച്ചാൽ പോലും നല്ല സുഖം കിട്ടത്തില്ല. അപ്പോൾ ആ സ്ത്രീകൾ എത്ര നല്ലവരാ! സ്വന്തം ഭർത്താവ് പോയ വിഷമമുണ്ട്, അങ്ങേറ്റം കരയുന്നു, നെഞ്ചത്തടിക്കുന്നു, നിലവിളിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ അവർ പറഞ്ഞതെന്താണ്? ഐകമത്യേന, ഒന്നോടൊന്ന് ചേർന്ന് ഒന്നോലെ ചേർന്ന് പറഞ്ഞെന്താ? എല്ലാ സ്ത്രീകളും, ഈ ഭാര്യമാരും 2 ഭാര്യയൊക്കെ ഇത് ഭഗവാനോട് കളിച്ചിട്ടാണ്, ഭക്തന്മാരായ മക്കളോട് കളിച്ചിട്ടാണ്, അതുകൊണ്ട് ഇതൊക്കെ അനുഭവിക്കാതെ മറ്റെവിടെ പോകാനാ എന്ന്. വേദാന്തവേദന എന്തൊന്നരുതാത്തതും ഭഗവാനായ ഈശ്വരൻ വേദാന്തവേദന എന്താ അരുതാത്തതുള്ളത്? സംസ്കാരം ആദിയായുള്ളൊരു കർമ്മങ്ങളൊക്കെയും വേദിയരെ കൊണ്ട് ചെയ്യിച്ചു. വേദിയരെന്ന് വെച്ചാൽ വേദജ്ഞന്മാരായിരിക്കുന്ന അറിവുള്ള പൂജാരികളുണ്ടല്ലോ, അവരെ കൊണ്ട് കർമ്മങ്ങളുടെ ഈ സംസ്കാരം ചടങ്ങുകളെല്ലാം ചെയ്യിച്ച് അടക്കത്തിനുള്ള എല്ലാ അമ്മാവനും കൂടെ അല്ലയോ, അല്ലെങ്കിലും ഭഗവാന്റെ കയ്യാലും മരിച്ച പൂതനയും അങ്ങനെയാണ്. ഒരു നേരമെങ്കിലും മുല ഊട്ടിയതുകൊണ്ട് പാൽ കുടിച്ചില്ലേലും അമ്മ എന്നുള്ള സ്ഥാനം കൊണ്ട് അവർക്ക് മോക്ഷം കൊടുത്തു. മുല ഊട്ടിക്കാനല്ലേ വന്നത്, അപ്പോൾ ഒരു മാതാവിൻ്റെ ഒരു ഇത് വെച്ച് ഭഗവാൻ അവർക്കും, ആ പെങ്ങളായ അവർക്കും കൊടുത്തു മോക്ഷം. അങ്ങനെ ഭഗവാന് തോന്നുന്നവർക്കൊക്കെ മോക്ഷം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ സംസ്കാരം ആദിയായുള്ള കർമ്മങ്ങളെല്ലാം വേദിയരെ കൊണ്ട് ഭഗവാൻ വേദാന്തവേദൻ എന്തോന്നാ അരുതാത്തത്, ഭഗവാൻ ഇതെല്ലാം ചെയ്യിച്ചു കാര്യങ്ങളെല്ലാം. കാരണം വിധി പോലല്ലേ വരത്തുള്ളൂ. അയാളുടെ കർമ്മഫലം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. കഴിഞ്ഞ ജന്മത്തെ ഇത് അന്നേ കൊണ്ട് അസുരന്മാരും ദേവന്മാരുടെ വൈരാഗ്യം അന്നേ ഉള്ളതായി. ഇവിടെ ഈ സമയത്ത് അസുരൻ ഇവിടെ കംസനായിട്ട് വരണമെന്നും ഭഗവാൻ വധിക്കണമെന്നെല്ലാം വിധി കിടപ്പുണ്ട്. അത് നമ്മൾ ഇത് വായിക്കാൻ നമുക്ക് മനസ്സിലാവുമല്ലോ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം. അതിൻ്റെ ഒത്തിരി അമ്മക്ക് അടുത്ത പ്രാവശ്യം പറയാം, ഇപ്പോൾ സമയം പോയി.